ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വിഷു ആണല്ലോ, കണി കാണുന്നതാണ് പ്രധാനം. അപ്പോൾ ഈ വർഷം വിഷു ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചേട്ടനാണ് കണി ഒരുക്കിയതൊക്കെ. എന്നെ ആദ്യം വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. പിന്നെ ഞാൻ മക്കളെ ഓരോരാളായിട്ട് കൊണ്ടുവന്നു. അമ്മ ഉണർന്നില്ലായിരുന്നു. അമ്മയും കൂടി പതുക്കെ കൊണ്ടുവരാൻ വേണ്ടി പോയി. ഒറ്റയ്ക്ക് പറ്റത്തില്ലായിരുന്നു. മക്കളും കൂടി സഹായിച്ചു. അമ്മയുടെ കണ്ണ് ശരിക്കും പൊത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ശരിക്കും ഞങ്ങളെക്കാട്ടിലും പ്രാർത്ഥിച്ചത് അമ്മയാണ്. അമ്മ ദൈവമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൈയെടുത്തങ്ങ് തൊഴുത് നിന്നു പോകും. ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു അമ്മ. പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ കൈനീട്ടം മേടിക്കുന്നത് അച്ചാച്ചൻ്റെ കയ്യിരുന്ന. ഈ വർഷം അമ്മ അത് തന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൈനീട്ടവും മേടിച്ചു. അമ്മയുടെ കാല് തൊട്ട് തൊഴുതു. പിന്നെ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയല്ല, ഇന്ന് നല്ല തട്ടുദോശയും ചമ്മന്തിക്കറിയും ആക്കി. രാവിലെ വിഷുവൊക്കെ കണി കണ്ട് ഒരുങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ കുറച്ച് സമയമായിപ്പോയി. അപ്പം എന്നാൽ രണ്ടടുപ്പിലും കൂടി എളുപ്പത്തിൽ ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് സൈഡും കൂടി വെക്കുന്നത്. പിന്നെ നല്ല അടിപൊളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. ചേട്ടന് ചമ്മന്തിയുടെ ഭ്രാന്തനാണ്. എത്ര ഡെയിലി ചമ്മന്തിക്കറി കഴിച്ചാലും ചേട്ടന് എപ്പോഴും ചമ്മന്തിക്കറി വേണം. അപ്പോൾ അടിപൊളി ഒരു ചമ്മന്തിക്കറിയും കൂടി ഞങ്ങളുണ്ടാക്കി. പിന്നെ പതിവ് പോലെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കഴിച്ചത്. വലിയ മോന് ലീവ് കിട്ടിയില്ല, അവൻ ഹോസ്റ്റലിലാണ്. മെയിൻ എക്സാം ഇതായതുകൊണ്ട് നമ്മൾ ലീവ് എടുത്ത് വരാൻ പറഞ്ഞില്ല. ഇവർ രണ്ടുപേർക്കും എന്നത്തെ പോലെ നല്ല കാണാൻ കുറച്ച് പരത്തിയ ദോശയായിരുന്നു. അമ്മയ്ക്കും ചേട്ടനൊക്കെ തട്ടുദോശയാണ് കൊടുത്തത്. അമ്മ ഇപ്പോൾ വളരെ കുറച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ദോശ കഴിച്ച് തീർക്കുന്നത് തന്നെ വലിയ കഷ്ടപ്പെട്ടിട്ടാണ്. എന്നാലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ പതുക്കെ പതുക്കെ അങ്ങ് കഴിച്ചോളും. പിന്നെ ചേട്ടൻ്റെ പങ്ക് ദോശ, അതും കഴിച്ച്. ചേട്ടൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേട്ടനെ കാണിക്കാൻ പറ്റത്തില്ല. അതാണ് ചേട്ടൻ്റെ കൈ മാത്രം കാണിക്കുന്നത്. പിന്നെ ഈ അവിയലിനൊരു പ്രത്യേകത ഉണ്ട്. ചേട്ടനാണ് അവിയൽ വെച്ചത്. അതിൻ്റെ അരപ്പും കാര്യങ്ങളും ഞാൻ ചേർത്തതേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യം, അതിന് കടുക് വറുത്തത് ഞാനാണ്. അതിന് മാത്രം എന്നെ വിളിച്ചു. എനിക്ക് അവിയൽ അത്ര കറക്റ്റായിട്ട് വെക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഞാനുണ്ടാക്കിയ പരിപ്പും പപ്പടം, സാമ്പാർ, മോര്, ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയത്. ഒരുപാട് കൂട്ടാനും കറികളൊന്നും വച്ചില്ല. എന്നാലും അത്യാവശ്യം ഒരു 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. എന്നാലും ഒരു സന്തോഷം വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് ചെറുണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇലയിൽ ഭക്ഷണം കഴിച്ചു. ഇല കിട്ടാനില്ല. എന്നാലും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഒരു 4-5 സങ്കല്പിച്ചു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അടുത്ത വർഷമല്ല, അടുത്ത നിമിഷം പോലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള സമയം സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.